കൊല്ലം റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും. നവീകരണം പൂർത്തിയാക്കി 2026 ജനുവരി 26-ന് രാജ്യത്തിന് സമർപ്പിക്കും. റെയിൽവേ സ്റ്റേഷൻ വികസനം സംബന്ധിച്ച ഉന്നതതല അവലോകന യോഗത്തിന് ശേഷം NK പ്രേമചന്ദ്രൻ MP റെയിൽവേയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. കൊല്ലം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 361 കോടി രൂപ ചിലവഴിച്ചാണ് റെയിൽവേ സ്റ്റേഷനെ അടിമുടി മാറ്റുന്നത്. 50% ജോലികൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. 400 മുതൽ 1000 വരെ തൊഴിലാളികൾ ഒരേ ദിവസങ്ങളിലായി ജോലി ചെയ്ത് നിർബന്ധമായി പണി പൂർത്തിയാക്കുന്ന തരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ മാതൃകാ റെയിൽവേ സ്റ്റേഷനായി രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയ 2026 ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് രാജ്യത്തിന് സമർപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിശ്ചയിച്ച സമയക്രമം അനുസരിച്ച് തന്നെയാണ് നിർമ്മാണ പ്രക്രിയ പുരോഗമിക്കുന്നത്. 361 കോടി രൂപ ചെലവഴിച്ചാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആധുനികവൽക്കരിക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഇതിനകം തന്നെ ഏതാണ്ട് 50% പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി പൂർത്തീകരിക്കാൻ അവശേഷിക്കുന്ന പ്രവൃത്തികളെല്ലാം മിക്കവാറും സൂപ്പർ സ്ട്രക്ചേഴ്സാണ്. അതിൻ്റെ എല്ലാം ഫാബ്രിക്കേഷൻ വർക്ക് വിവിധ സ്ഥലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ 2026 ജനുവരി മാസം 26-ാം തീയതിക്ക് മുമ്പായി തന്നെ റെയിൽവേ സ്റ്റേഷന്റെ മുഴുവൻ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആഗോള നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിലേക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെയും പേര് കൂട്ടിച്ചേർക്കുന്ന നിലയിലേക്കാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി എത്തണമെന്ന് കേന്ദ്രത്തോട് അറിയിച്ചിട്ടുണ്ട്. നവീകരണത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കെട്ടിടം പൊളിച്ചു. ഇതോടെ താൽക്കാലികമായി ക്രമീകരിച്ച പ്രധാന പ്രവേശന പാത NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. സദേൺ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രിയ, ചീഫ് എഞ്ചിനീയർ മുരാരിലാൽ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ചന്ദ്രുപ്രകാശ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.